ഫോട്ടോഷോപ്പിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾക്ക് ഫോട്ടോഷോപ്പിൽ എങ്ങനെ വളരെ ഈസി ആയിട്ട് മലയാളം ടൈപ്പ് ചെയ്യാം എന്ന് നോക്കാം. ഫോട്ടോഷോപ്പിൽ മാത്രമല്ല, മറ്റുള്ള ഏത് പ്രോഗ്രാംസ് ആയാലും അതിൽ നമ്മൾക്ക് ഈ മെത്തേഡ് ഉപയോഗിച്ച് മലയാളം ടൈപ്പ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതിനുവേണ്ടി നിങ്ങൾ ഗൂഗിളിൽ പോകുക. ഗൂഗിളിൽ പോയി FML ഫോർമാറ്റ് മലയാളം ഫോൺസ് എന്ന് അടിച്ചു കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ആദ്യം കാണുന്ന നിങ്ങൾക്ക് വെബ്സൈറ്റിൻ്റെ റേറ്റിംഗ് എല്ലാം നോക്കിയിട്ട് ഏത് വെബ്സൈറ്റിൽ നിന്നെങ്കിലും ഫോൺസ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഇങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുത്ത ഫോൺസ് നമ്മുടെ PC-യുടെ C ഡ്രൈവ് ഓപ്പൺ ചെയ്യുക. അവിടെ വിൻഡോസ് ഫോൾഡർ ഓപ്പൺ ചെയ്യുക. അതിൽ ഫോൺസ് എന്ന് ഒരു ഫോൾഡർ കാണാവുന്നതാണ്. ആ ഫോൾഡർ ഓപ്പൺ ചെയ്ത ശേഷം നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുത്ത ഫോൺസ് ആ ഫോൾഡറിൻ്റെ അകത്ത് പേസ്റ്റ് ചെയ്യുക. ഇവിടെ ഞാൻ 2 മലയാളം ഫോൺസ് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് FML ഫോർമാറ്റിലാണ്. രേവതി, തെയ്യം എന്നീ 2 ഫോൺസുകൾ ഇവിടെ ഞാൻ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യുന്നു. ഒരു പുതിയ ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ടൈപ്പ് ടൂൾ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം മുകളിൽ ഫോൺസ് സെലക്ട് ചെയ്യാൻ വേണ്ടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ പുതിയതായിട്ട് അവിടെ ഏതൊക്കെ ഫോൺസ് പേസ്റ്റ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഇവിടെ കാണിക്കുന്നതായിരിക്കും. ആ ഫോൺസ് ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ FML രേവതി സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം സൈസ് കുറച്ച് കൂട്ടി കൊടുക്കുന്നു. അതിനുശേഷം കീബോർഡിൽ നമ്മൾക്ക് ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ കീബോർഡിൽ ഇംഗ്ലീഷ് ലെറ്റേഴ്സാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുക. നമ്മളിപ്പോൾ ഇംഗ്ലീഷിൽ A എന്ന ലെറ്റർ പ്രസ് ചെയ്യുമ്പോൾ ഏത് അക്ഷരമാണോ വരുന്നത് മലയാളത്തിൽ അത് നമ്മൾ ഒന്നുകിൽ ഇവിടെ പ്രിൻ്റ് എടുത്ത് കീബോർഡിൽ ഒട്ടിക്കേണ്ടതായിട്ട് വരും. ഇതിലും ഈസി ആയിട്ടൊരു മെത്തേഡുണ്ട്. അതായത് നമ്മൾക്ക് ഇത് ഓൺലൈനിൽ ചെയ്തതിന് ശേഷം ആ ഫോൺസിനെ നമ്മളിവിടെ കോപ്പി ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ഇവിടെ മലയാളം ഫോൺസ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. അതിനുവേണ്ടി ഗൂഗിളിൽ പോവുക. അവിടെ കുട്ടി പെൻസിൽ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആകും. അതിനുശേഷം നമ്മൾക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോഴിത് കൺവേർട്ടായിട്ട് മലയാളത്തിലോട്ട് കൺവേർട്ടായി വളരെ കൃത്യമായിട്ട് മലയാളത്തിലോട്ട് കൺവേർട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ കൺവേർട്ട് എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ FML ഫോർമാറ്റ് സെലക്ട് ചെയ്യുക. അതായത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കോപ്പി പേസ്റ്റ് ചെയ്ത ഫോൺസ് FML ഫോർമാറ്റിലുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ കോപ്പി ടു FML സീരീസ് സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ ഒരു പുതിയ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. അതിനുശേഷം കോപ്പി ടെക്സ്റ്റ് കൊടുക്കുന്നു. ഈ കോപ്പി ചെയ്ത ടെക്സ്റ്റിനെ ഞാൻ ഫോട്ടോഷോപ്പിൽ പോയിട്ട് അവിടെ പേസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോഴതവിടെ വളരെ കൃത്യമായിട്ട് പേസ്റ്റ് ആയിട്ടുണ്ട്. FML രേവതി ഫോൺസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി ഇത് മാറ്റി കൊടുത്തു നോക്കാം. അപ്പോൾ ഈ ഒരു രീതി ഉപയോഗിച്ച് നിങ്ങൾക്ക് ഫോട്ടോഷോപ്പിൽ മാത്രമല്ല ഏത് സോഫ്റ്റ്വെയറിൽ വേണമെങ്കിലും ഈ രീതി ഉപയോഗിച്ച് മലയാളം ടൈപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ എനേബിൾ കൂടി ചെയ്യുക.